നമസ്കാരം. നാവികസേനയുടെ 3 ഡിസ്ട്രോയർ ഗ്ലാസ് കപ്പലുകൾ തെക്കൻ ചൈന കടലിൽ തങ്ങളുടെ വിന്യാസം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ INS ഡൽഹി, ഫ്ലീറ്റ് ടാങ്കർ INS ശക്തി, അന്തർവാഹിനി വിരുദ്ധ വാർഫെയർ കോർവെറ്റ് INS കിൽത്താൻ എന്നിവയാണ് ഇന്ത്യ ഇപ്പോൾ തെക്കൻ ചൈന കടലിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് മലാക്ക കടലിടുക്ക് മുതൽ വടക്ക് കിഴക്ക് തായ്വാൻ കടലിടുക്ക് വഴി വ്യാപിച്ചു കിടക്കുന്ന പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ ഒരു ചെറിയ കടലാണ് ദക്ഷിണ ചൈന കടൽ. ചൈന, തായ്വാൻ, ഫിലിപ്പീൻസ്, മലേഷ്യ, ബ്രൂണൈ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, കംബോഡിയ, തായ്ലാന്റ്, വിയറ്റ്നാം എന്നിവയാണ് ദക്ഷിണ ചൈന കടലിന്റെ തീരദേശ രാജ്യങ്ങൾ. എണ്ണയും പ്രകൃതിവാതകവും മത്സ്യസമ്പത്തും ഉൾപ്പെടെ പ്രകൃതി വിഭവങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണ് ഈ പ്രദേശം. കൂടാതെ വളരെ തിരക്കേറിയ ഒരു അന്താരാഷ്ട്ര ജലപാതയാണ് തെക്കൻ ചൈന കടൽ. ഏതാണ്ട് $5 ട്രില്യൺ ഇതുവഴിയുള്ള ആഗോള വ്യാപാരം. അതുകൂടാതെ ചൈനയുടെ നേരിട്ടുള്ള അയൽപ്പക്കം എന്നും ഈ പ്രദേശത്തെ കുറിച്ച് പറയാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ത്യ തങ്ങളുടെ 3 യുദ്ധക്കപ്പലുകൾ വിന്യസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം തന്ത്രപരമായ പ്രാധാന്യമാണ് ഇന്ത്യയുടെ ഈ നീക്കത്തിന് കൽപ്പിക്കപ്പെടുന്നത്. ചൈന ഭാരതത്തിനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് മറുനീക്കമായും ഈ നടപടി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. സമാനമായ ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് വന്നുകൊണ്ട് പിടിച്ച് നടക്കുന്നുണ്ട് എങ്കിലും സംശയത്തിന്റെ കണ്ണുകൾ കൊണ്ടാണ് ഇന്ത്യ ചൈനയെ കാണുന്നത്. പൂർവകാല അനുഭവങ്ങൾ അത് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ എന്താണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയ നീക്കത്തിന്റെ പ്രസക്തി? ഇന്ത്യ ഫിലിപ്പീൻസ് നൽകിയ ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ചിലരെ കൂട്ടുപിടിച്ചുകൊണ്ട് ചൈന നടത്തുന്ന നടപടികൾക്ക് തിരിച്ചടിയാണോ ഇപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രസക്തമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്ത്രപരമായി വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രദേശമാണ് മാലിദ്വീപ്. അതിന്റെ തന്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദ്വീപ് രാഷ്ട്രത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ചൈന കുറച്ചു കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാലിദ്വീപിനെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു അധികാരത്തിൽ എത്തിയതോടെ ഇതിൽ ഒരു വലിയ അളവ് വരെ ചൈന വിജയിച്ചു എന്ന് പറയേണ്ടി വരും. ഭൂവിസ്തൃതിയുടെ കാര്യവും എടുത്താൽ ഏറ്റവും ചെറിയ ഏഷ്യൻ രാജ്യമാണ് എങ്കിലും ലോകത്തിലെ ഏറ്റവും ചിതറിക്കിടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് മാലിദ്വീപ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യത്തിൽ ഒരു മതിൽ കണക്കെ നിൽക്കുന്ന ഈ രാജ്യം അതിന്റെ വലിപ്പത്തെക്കാളും സാമ്പത്തിക സ്ഥിതിയേക്കാളും കൂടുതൽ അതിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം കൊണ്ടാണ് പ്രസക്തമാകുന്നത്. ഈ ദ്വീപ് ശൃംഖലയുടെ തെക്ക് വടക്ക് ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന കടൽ പാതകളുണ്ട്. പശ്ചിമേഷ്യയിലെ ഏദൻ ഉൾക്കടലിനും ഹോർമുസ് ഉൾക്കടലിനും തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലാക്ക കടലിടുക്കിനും ഇടയിലുള്ള സമുദ്ര വ്യാപാര പ്രവാഹത്തിന് ഈ കടൽപാതകൾ നിർണായകമാണ്. ആഗോള വ്യാപാരത്തിന്റെയും ഊർജ പ്രവാഹത്തിന്റെയും പ്രധാന ഹൈവേയായി ഇന്ത്യൻ മഹാസമുദ്രം കണക്കാക്കപ്പെടുമ്പോൾ മാലിദ്വീപ് ഫലത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ഒരു ടോൾ ഗേറ്റ് ആയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും മാലിദ്വീപിനെ അങ്ങനെയങ്ങ് ഉപേക്ഷിക്കാൻ ഇന്ത്യക്ക് പറ്റാത്തതും. പക്ഷേ ഇന്ത്യക്ക് മാലിദ്വീപിന്റെ രൂപത്തിൽ ചെറുതായെങ്കിലും ഒരു പണി തന്ന ചൈനയെ അങ്ങനെയങ്ങ് വെറുതെ വിടാനും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ത്യയുടെ തട്ടകത്തിൽ കയറി ചൈന കളിക്കാൻ നോക്കുമ്പോൾ അവരുടെ തട്ടകത്തിൽ പോയി പണി കൊടുക്കുക എന്നല്ലാതെ നമ്മുടെ മുൻപിൽ വേറെ വഴികളില്ല. കളി തുടങ്ങിയത് ഇന്ത്യ അല്ലെങ്കിലും അത് തീർക്കുന്നത് ഇന്ത്യ ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ചൈനയുടെ ഉമ്മറത്ത്, അതായത് തെക്കൻ ചൈന കടലിൽ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ 3 കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ഫിലിപ്പീൻസ് ബ്രഹ്മോസ് മിസൈലുകൾ കൈമാറ്റം ചെയ്തതും ഇതോടുകൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. ഫിലിപ്പീൻസിനെ കൂടാതെ വിയറ്റ്നാമും ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ തെക്കൻ ചൈന കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും ഇവരൊക്കെയായി ചൈനയ്ക്ക് അതിർത്തി തർക്കങ്ങൾ ഉണ്ട് എന്നതും ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ
3 കപ്പലുകളും നമ്മൾ നൽകിയ ബ്രഹ്മോസ് മിസൈലുകളുടെയും പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. അതായത് മാലിദ്വീപ് വഴിയും പാകിസ്ഥാൻ വഴിയും ഇന്ത്യയെ കയറി ചൊറിയാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളെ കയറി മാന്താൻ ഞങ്ങൾ മടിക്കില്ല എന്ന കൃത്യമായ സൂചനയാണ് തെക്കൻ ചൈന കടലിൽ ഇന്ത്യ നൽകിയിരിക്കുന്നത്. സൂചന കണ്ട് പഠിച്ചാൽ എല്ലാവർക്കും നല്ലത്. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.